എനിക്കിഷ്ടമില്ലാനിട്ടാ. അതിനെന്താമ്മേ, ഇപ്പൊ കൊണ്ടുവരാം. അല്പം ചെന്നപ്പോൾ പറഞ്ഞു, ഈ 2 നെല്ലിക്കായുണ്ട്, എനിക്കൊന്ന് സമ്മതി തരാമോ എന്ന് ചോദിച്ചു. ചോദിച്ചപ്പോഴേ ഞാൻ തരാമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ വാങ്ങിച്ചോണ്ട് പോയി. ഞാൻ വലിയ തീയുടെ ഒരു അരികത്ത് കൊണ്ടുപോയി മാന്തി ഇട്ടിട്ട് വേറെ പല ജോലിക്ക് മാറി. അയ്യോ, എന്താ മേരി, എന്താണ് നീ നോക്കുന്നത്? ഷോ, എന്റെ കത്രീന, എനിക്കൊരു അബദ്ധം പറ്റി. അൽഫോൺസാമ്മ ചമ്മന്തി അരയ്ക്കാൻ തന്ന നെല്ലിക്ക കരിഞ്ഞുപോയി. കഷ്ടായി പോയലോടി. പത്യാഹാരമായതുകൊണ്ട് നേരെ ചൊവ്വയൊന്നും കഴിക്കാനും വയ്യ. അങ്ങ് ചെല്ല്, അൽഫോൺസാമ്മ വഴക്ക് പറയും. ഞാനിനി എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യ്, കുറച്ച് ചിലിമ്പിക്കെടുത്ത് ചമ്മന്തി അരച്ചു കൊടുക്ക്. എന്നോട് പ്രത്യേകം പറഞ്ഞതാ ചിലിമ്പിക്ക ചമ്മന്തി ഇഷ്ടമല്ലെന്ന്. ഓടിച്ചെന്ന് 2 എൽബിക്ക വത്തണ്ടുവന്നു. അതുപോലെ തീയിലിട്ട് വാട്ടിയിട്ട് പിഴിഞ്ഞ് അത് കളഞ്ഞിട്ട് ചമ്മന്തി അരച്ചു. എല്ലാം ഇഞ്ചി ഉള്ളിയും കരിവേപ്പിലും എല്ലാം വെച്ച് നല്ല ഭംഗിയായിട്ട് ഇച്ചിരി തേങ്ങയൊക്കെ വെച്ച് നല്ലപോലെ ചമ്മന്തി അരച്ചു കൊണ്ടുവന്ന് ഞാൻ പയ്യെ ചെല്ലുന്നേ. വിഷമിച്ച എൻ്റെ മനസ്സപ്പോഴേ എന്താ ചെയ്യുന്നതെന്ന് ഓർത്ത് വിചാരിച്ച് വിഷമിച്ച് ഞാനങ്ങ് ചെന്നപ്പം എന്നോട് തന്നെ എന്നാ പയ്യെ വരുന്ന എന്നാന്ന് ചോദിച്ചു. മേരി, ഇതെന്താ വിഷമിച്ച് വരുന്നത്? അത് അൽഫോൺസാമ്മേ, എനിക്കൊരു അബദ്ധം പറ്റി. അടുപ്പിൽ കിടന്ന് നെല്ലിക്ക കരിഞ്ഞുപോയി. സാരമില്ല, അടുക്കളയില് മേരിക്കും കത്രയ്ക്കും പിടിപ്പത് പണിയുണ്ടല്ലോ. ഒരുപാട് ജോലിയുള്ളപ്പോ അങ്ങനെയൊക്കെ സംഭവിച്ചോന്നിരിക്കും. അൽഫോൺസാമ്മയ്ക്ക് ഇഷ്ടമില്ലെന്നറിയാം. ഞാൻ ചിലമ്പിക്ക വാട്ടി ചമ്മന്തി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല രുചി, കുഴപ്പമില്ല. അയ്യോ, ഇഷ്ടമില്ലെങ്കിൽ കഴിക്കരുത്. ഓക്കാനം വന്നത് എന്റെ രോഗത്തിന്റെയാ. ക്ഷമിക്കണം അമ്മേ. ഒരു കുഴപ്പമില്ല. ചമ്മന്തി എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രുചിയുണ്ട്. മേരിക്കൊരു തൂവാല തയ്ച്ചിരണമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് നാളായി. മറ്റൊന്നും എന്റെ കയ്യിലില്ല. വാങ്ങിച്ചു വെച്ചോ. എന്നാൽ തന്നെ എനിക്ക് എൻ്റെ തൃപ്തിയായി. എൻ്റെ എന്ന പാവം ഒന്നും കഴിക്കാൻ പറ്റാത്ത ഒരാളായിരുന്നല്ലോ, ഞാൻ കാണിച്ച അതിക്രമമാണല്ലോ എന്ന് അപ്പം ഞാൻ തന്നെ വിഷമിച്ചു. ആരെയും വിഷമിപ്പിക്കുന്ന തനിക്ക് ഇഷ്ടമില്ലായിരുന്നു. ആരെയും വിഷമിപ്പിക്കുകയില്ലായിരുന്നു. ഇങ്ങനെ സഹിക്കുന്ന ഒരമ്മയെ ഞാൻ കണ്ടിട്ടില്ല, ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് വിശുദ്ധിയായത്. വിശുദ്ധിയാകുമെന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ എപ്പോഴും തോന്നുകയും ചെയ്യുമായിരുന്നു. ഇതൊരു വിശുദ്ധിയായി തീരും എന്ന് എൻ്റെ മനസ്സിൽ തോന്നുമായിരുന്നു. ഞാൻ വീട്ടിൽ ചെന്ന് എല്ലാവരോടും പറയുകയും ചെയ്യുമായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ പറഞ്ഞിങ്ങനത്തെ കാര്യങ്ങൾ അറിയാനായിട്ട് പിള്ളേർ ഓടി വരും. പിള്ളേരെല്ലാം പഠനം കൊണ്ട് നിർത്തിക്കണ്ട, ഇതെല്ലാം കേൾക്കണം, എന്നിട്ട് അവർ പോകുള്ളൂ പള്ളിക്കൂടത്തില്ല. പിള്ളേരോട് ഞാൻ പറയാം, അവിടെ ഞങ്ങൾക്ക് മറ്റൊരു പുണ്യാളത്തിയമ്മയുണ്ട്. അതെന്നാ പറയാം ചേച്ചിയോട് എന്നാ പറയുക? ഞാൻ പറയാം, എന്നോട് ഒന്നും പറയുകയല്ല, നല്ല ക്ഷമയുള്ളത്, നല്ല സഹനമുള്ളത്, നല്ലൊരു അമ്മയാണ് അവിടെ ഉള്ളത്. ഞാൻ എപ്പോഴും ചെല്ലുമ്പോഴെല്ലാം പറയുമായിരുന്നു, നല്ല സന്തോഷമുള്ള പ്രകൃതം മുഖം. അൽഫോൻസാമിയെ കാണാൻ കുട്ടികൾ ഒരുപാട് വരുമെന്ന് കേട്ടിട്ടുണ്ട്, ശരിയാണോ? അത് ശരിയാ. ഒന്ന് അൽഫോൻസാമിയെ പ്രാർത്ഥിക്കണം കേട്ടോ. ഞങ്ങളെല്ലാവരും ജയിപ്പിക്കണം കേട്ടോ. അൽഫോൻസാമിയെ പ്രാർത്ഥിക്കുന്ന പിള്ളേർ എപ്പോഴും മിക്കവാറും ഒന്ന് ജനലിൻ്റെ ഒന്ന് പറയുമായിരുന്നു. ബാക്കി നാളെ. ഇനി എല്ലാരും പള്ളിക്കൂടത്തിൽ പോയിക്കോളൂ. അൽഫോൻസാമ ഇന്ന് മലയാളത്തിന് പരീക്ഷയാ, പ്രാർത്ഥിക്കണേ. ഞാൻ ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. പ്രാർത്ഥിക്കാം മക്കളെ.
നിങ്ങൾ നല്ലവണ്ണം പഠിക്കുന്നുണ്ടോ? നല്ല കുട്ടികളായി വളരണം. വലിയ പിള്ളേർക്ക് ഒരു പരിപാടിയുണ്ട്. ഈ പരീക്ഷ ജയിക്കാൻ വേണ്ടി ഈ മക്കളെല്ലാം അമ്മമാരുടെ പേര് എഴുതി കുറിയിടും. കുറി കിട്ടിയിട്ട് അൽഫോൻസാമ്മയുടെ പേര് കിട്ടുന്ന ആളുകൾക്ക് വളരെ സന്തോഷം, തൃപ്തി, നല്ല സന്തോഷമാണ്. അവർ ജയിക്കുകയും ചെയ്യും. ഓ, ഈ കുട്ടികളുടെ ഒരു കാര്യം. എന്റെ അൽഫോൻസേ, ഈ കുട്ടികളെ ഇനിയെങ്കിലും മാറ്റൂ. കുട്ടിക്കളിയൊന്നും അല്ല സിസ്റ്റർ, ഞാൻ അവർക്ക് ഈശോയെ കൊടുക്കുക. എന്താടാ? അൽഫോൻസാമ്മയെ കാണാനാ. സുഖമില്ലാതെ കിടക്കുവാ? എന്തു പറ്റി? പനിയാ? എന്താടാ കാര്യം? ഞങ്ങൾ പരീക്ഷയ്ക്ക് ജയിക്കാൻ ഈ മഠത്തിൽ അമ്മമാരുടെ പേരെടുത്ത് കുറിയിട്ടു പ്രാർത്ഥിക്കാൻ. എനിക്ക് അൽഫോൻസാമ്മയുടെ പേരാ വീണത്. അൽഫോൻസാമ്മയെ പരീക്ഷ ജയിക്കാൻ പ്രാർത്ഥിക്കണേ. അൽഫോൻസാമ്മയെ പരീക്ഷ ജയിക്കാൻ പ്രാർത്ഥിക്കണേ. പ്രാർത്ഥിക്കാം മക്കളെ. പോയിക്കോ പോയിക്കോ, അമ്മ പ്രാർത്ഥിച്ചോളൂ. ആ ജനലിൽ അടച്ചിരും. ഞങ്ങളുടെ പ്രിയപ്പെട്ട അൽഫോൻസാമ്മയുടെ പനി വേഗം മാറ്റണമേ. ഒരു കുഞ്ഞു കുട്ടിയുടെ സമ്പ്രദായമായിരുന്നു നിഷ്കളങ്കത. കുഞ്ഞു പിള്ളേർ പറയുന്നതിന് പോലുള്ള വർത്തമാനങ്ങളും പ്രവൃത്തികൾ അതുപോലെ തന്നെയായിരുന്നു. എല്ലാ കുഞ്ഞുങ്ങളോട് സ്നേഹവും, കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം മാത്രമല്ല, കുഞ്ഞു പിള്ളേരുടെ സാമ്പായുള്ള ചിരിയും വർത്തമാനങ്ങളുമാണ് അൽഫോൻസാമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. ആമാ പറവ. മാൻ. സിംഹം. മുതല. എന്താ പിള്ളേരെ ഇത്? ഏത് സമയം ഇവിടെ ചുറ്റിപ്പറ്റി കാണാവല്ലോ. എഴുന്നേറ്റേ, വേഗം സ്കൂളിൽ പോയേ. ആ, വേഗം പോയേ. ആ, എന്താ അൽഫോൻസ, ഏത് സമയം കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഈ കുട്ടിക്കളി?